ആപ്പ് സ്റ്റോറിൽ നിന്ന് ഒറ്റയടിക്ക് 1,35,000 ആപ്പുകൾ നിരോധിച്ച് ആപ്പിൾ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. യൂറോപ്യൻ യൂണിയനിലെ നിയമപ്രകാരം ആപ്പിൾ ആവശ്യപ്പെട്ട ട്രേഡ് സ്റ്റാറ്റസ് വിവരങ്ങൾ ഡെവലപ്പർമാർ നൽകാതിരുന്നതിനെ തുടർന്നാണ് ആപ്പുകൾക്കെതിരെ ആപ്പിൾ ശക്തമായ നടപടി സ്വീകരിച്ചത്. ഇതോടെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളിലെ ആപ്പ് സ്റ്റോറിൽ നിന്ന് 1,35,000 ആപ്പുകൾ അപ്രത്യക്ഷമായി. ആപ്പ് സ്റ്റോറിലെ സുതാര്യത ഉറപ്പാക്കാനായി ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ആപ്പിൾ. ഇതിന്റെ ഭാഗമായി 2 ദിവസം കൊണ്ട് 1,35,000 ആപ്പുകൾ നീക്കം ചെയ്തു. ആപ്പ് സ്റ്റോർ ആരംഭിച്ച ശേഷമുള്ള ഏറ്റവും വലിയ ആപ്പ് നീക്കം ചെയ്യൽ നടപടിയാണിത്. ആപ്പ് ഡെവലപ്പർമാർ അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയവ ഉപയോക്താക്കൾക്ക് നൽകുന്നില്ല എന്നാണ് ആപ്പിളിന്റെ കണ്ടെത്തൽ. ട്രേഡ് സ്റ്റാറ്റസ് നിർബന്ധമായും ആപ്പ് ഡെവലപ്പർമാർ കൈമാറിയിരിക്കണം എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ നിയമം. യൂറോപ്യൻ യൂണിയനിലെ ആപ്പ് സ്റ്റോറിൽ പുതിയ ആപ്പുകൾ സമർപ്പിക്കുന്നതിനും നിലവിലുള്ളവ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ഡെവലപ്പർമാർ അവരുടെ ട്രേഡർ കോൺടാക്ട് വിവരങ്ങൾ സമർപ്പിച്ചിരിക്കണമെന്നാണ് നിയമം. 2024 ഫെബ്രുവരി 17-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ആവശ്യമായ കോൺടാക്ട് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ ആപ്പുകൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് 2025 ഫെബ്രുവരി 17-ന് ആപ്പ് ഡെവലപ്പർമാർക്ക് ആപ്പിൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെട്ടിട്ടില്ല. ആപ്ലിക്കേഷനുകളുടെ ട്രേഡർ സ്റ്റാറ്റസ് ഡെവലപ്പർമാർ നൽകിയാൽ ഈ ആപ്പുകൾ വീണ്ടും ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ ലഭ്യമാകും.